ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റാണ്. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഒരു യൂണിവേഴ്സ് സെറ്റ് തരാണ്. യൂണിവേഴ്സ് സെറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് എല്ലാം കൂടി ഉള്ള സെറ്റാണ് യൂണിവേഴ്സ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് സെറ്റ് തരുവാണ് 1 2 3 4 5 എക്സെട്ര 10 വരെയുള്ള നമ്പേഴ്സ്. ഇനി അതിൻ്റെ കൂടെ എ ഈക്വൽ ടു എന്ന് പറഞ്ഞ വേറൊരു സെറ്റ് തരാണ്. എ ഈക്വൽ ടു 1 2 3. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്, അതായത് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, എ കോംപ്ലിമെൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത് എയുടെ മുകളിൽ ഒരു ചെറിയ വര പോലെ വരയ്ക്കും. അതാണ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എയിലുള്ള എലമെൻ്റ് ഒന്നും പാടില്ല, ബാക്കി യൂണിവേഴ്സ് സെറ്റിൽ എന്തുണ്ടോ അതായിരിക്കും എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അതാണ് കോംപ്ലിമെൻ്റ് ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എയിലുള്ള എലമെൻ്റ് ഒന്നും പാടില്ല, ബാക്കി യൂണിവേഴ്സ് സെറ്റ് എയിലുള്ള എലമെൻ്റ് ഏതൊക്കെയാണ്? 1 2 3. അതൊന്നും നമുക്ക് പാടില്ല, ബാക്കി യൂണിവേഴ്സ് സെറ്റിലുള്ളത് 1 2 3 ഞാൻ കട്ട് ചെയ്തു. ബാക്കി ഏതൊക്കെയായിരിക്കും നമ്പേഴ്സ് യൂണിവേഴ്സ് സെറ്റിലുള്ളത്? 4 5 6 7 8 9 10. ഇതാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത് എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു. എക്സ് എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കണം? യൂണിവേഴ്സ് സെറ്റിലെ എലമെൻ്റ് ആയിരിക്കണം. അതാണ് ഈ പറയണത് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. അതായത് എക്സ് എന്ന് പറയുന്നത് എയിലെ എലമെൻ്റ് ആവാൻ പാടില്ല. അതാണ് നമ്മുടെ എ കോംപ്ലിമെൻറ്റിൻ്റെ ഡെഫിനിഷൻ. എ കോംപ്ലിമെൻറ്റിനായിട്ട് ഒരു വരെയുള്ളൂ. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെൻ്റ് ഒന്നും പാടില്ല, ബാക്കി യൂണിവേഴ്സ് സെറ്റിൽ എന്തുണ്ടോ ആ എലമെൻ്റൊക്കെ ആയിരിക്കും എ കോംപ്ലിമെൻറ്റിൽ വന്നത്. ഓക്കെ, അപ്പോൾ കോംപ്ലിമെൻറ്റ് മനസ്സിലായല്ലോ. നമുക്ക് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എക്സാമ്പിൾ 22. ലെറ്റ് യു ഈക്വൽ ടു യൂണിവേഴ്സ് സെറ്റ് വരെയാണ്. യു ഈക്വൽ ടു 1 2 3 4 5 6. എ ഈക്വൽ ടു സെറ്റ് 2 3 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 3 4 5. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് എ കോംപ്ലിമെൻറ്റ്, ബി കോംപ്ലിമെൻറ്റ്, A complement intersection B complement, A union B, and hence show that A union B all complement equal to A complement intersection B complement. നമുക്കൊരു വലിയ പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത് അല്ലേ? അതായത് യൂണിവേഴ്സ് സെറ്റ് തന്നിട്ടുണ്ട്, പിന്നെ എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന വേറെ സെറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ കോംപ്ലിമെൻറ്റ് കാണണം, ബി കോംപ്ലിമെൻറ്റ് കാണണം, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കാണണം, ദെൻ എ യൂണിയൻ ബി കാണണം, ആൻഡ് ഹെൻസ് ഷോ ദാറ്റ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് നമുക്ക് ഷോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് എന്താ? എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു, എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്നാണ് പറഞ്ഞത്? എയിലുള്ള എലമെൻ്റ് ഒന്നും പാടില്ല, ബാക്കി യൂണിവേഴ്സ് സെറ്റിലുള്ള എലമെൻറ്റ്. അതായത് എയിലുള്ള എലമെൻ്റ് ഏതൊക്കെയാണ്? 2 3. അത് രണ്ടും പാടില്ല, ബാക്കി യൂണിവേഴ്സ് സെറ്റിൽ എന്തുണ്ട്? 2 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി യൂണിവേഴ്സ് സെറ്റിൽ ഏതൊക്കെയാണ് എലമെൻറ്റ്സ്? 1 4 5 6 അല്ലേ? ഈ 2 3 ഒന്ന് മാറ്റി വെച്ച് നോക്കിയാൽ ബാക്കി ഏതൊക്കെയാണ്? 1 4 5 6. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ബി കോംപ്ലിമെൻറ്റ്. ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻ്റ് ഒന്നും പാടില്ല, ബാക്കി യൂണിവേഴ്സ് സെറ്റിൽ ബിയിലെ എലമെൻ്റ് ഏതൊക്കെയാണ്? 3 4 5. അപ്പോൾ 3 4 5 ഇത് മൂന്നും പാടില്ല, ബാക്കി എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 എലമെൻറ്റ്സ് ഉണ്ട്, 1 2 6. ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? 1 2 6. ഓക്കെ, ദെൻ അടുത്തത്
എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് 1 4 5 6 ആണ്. ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ബി കോംപ്ലിമെൻ്റ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1 2 6 അല്ലേ. ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ കാണാനാണ്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോമൺ ആയിട്ട് വരുന്നത്, കോമൺ ആയിട്ട് ഏത് എലമെൻ്റ് ആണ് വരുന്നതെന്ന് നോക്കാം. കോമൺ ആയിട്ട് രണ്ട് സെറ്റിലും 1 വരുന്നുണ്ട് അല്ലേ. പിന്നെ ഏത് എലമെൻ്റാണ് വന്നത്? 6 വരുന്നുണ്ട്. 1 6 ആണ് വരുള്ളൂ അല്ലേ. അപ്പോൾ സെറ്റ് 1 6. ഓക്കെ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ യൂണിയൻ ബി കാണാൻ പറഞ്ഞിട്ടുണ്ട്. എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലും ബിയിലുള്ള എല്ലാ എലമെൻസും കൂടി വന്നാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. എയിലുള്ള എലമെൻസ് ഏതൊക്കെയാണ്? 2 3. ബിയിൽ 3 4 5. അപ്പം നമുക്ക് 2 3 4 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എ യൂണിയൻ ബി കണ്ടുപിടിച്ചു. ഓക്കെ. ഇനി നമുക്ക് എന്താ ഷോ ചെയ്യണേ? ഒരു കാര്യം കൂടി ഷോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്നാണ്. നമ്മൾ എ യൂണിയൻ ബി ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എ യൂണിയൻ ബി ഈക്വൽ ടു എത്രയാ? സെറ്റ് എ യൂണിയൻ ബി, എയിലും ബിയിലുള്ള എല്ലാ എലമെൻറ്റും എന്ന് പറയുന്ന സെറ്റിൽ 2 3, ബി എന്ന് പറയുന്ന സെറ്റിൽ 3 4 5. അപ്പോൾ 2 3 4 5 ഇതാണ് എ യൂണിയൻ ബിയിൽ. ഇനി നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. അതായത് എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റിൽ ഉള്ള എലമെൻ്റ് ഒന്നും പാടില്ല ബാക്കി യൂണിവേഴ്സ് സെറ്റിൽ. നമ്മുടെ യൂണിവേഴ്സ് സെറ്റിൽ 1 2 3 യൂണിവേഴ്സ് സെറ്റ് ഞാൻ ഇവിടെ എഴുതാം. യു ഈക്വൽ ടു 1 2 3 4 5 6. അപ്പോൾ എ യൂണിയൻ ബിയിലുള്ള എലമെൻ്റ് ഒന്നും പാടില്ല എന്ന് പറയുമ്പോൾ 2 പാടില്ല, 3 പാടില്ല, 4 പാടില്ല, 5 പാടില്ല. ബാക്കി എന്തൊക്കെയാണ് ഉള്ളത്? ഏതൊക്കെ എലമെൻറ്റ്സാണ്? 1 6. അപ്പോൾ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെറ്റ് 1 6. ഓക്കെ. ഇനി നമുക്ക് എന്താ ഈക്വലാന്ന് തെളിയിക്കണം? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പം നമുക്ക് റൈറ്റ് സൈഡ് എഴുതാം. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എത്രയാണെന്ന് നോക്കാം. എ കോംപ്ലിമെൻറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 4 5 6. ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1 2 6. ഓക്കെ. ഇതിൻ്റെ രണ്ടിനെയും ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഏത് എലമെൻ്റ് ആണോ ഉള്ളത്? 1 6 അല്ലേ. രണ്ടിലും 1 6 ഉണ്ട്. സെറ്റ് 1 6. ഓക്കെ. അപ്പം നമുക്ക് രണ്ടിൻ്റെ റൈറ്റ് സൈഡ് രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ? രണ്ടും ഈക്വലാന്ന് പറഞ്ഞാലോ. അപ്പോൾ ദെർഫോർ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് നമുക്ക് കിട്ടി. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി വേറൊരു കാര്യം നോക്കാം. നമുക്ക് ഇപ്പോൾ ഒരു സെറ്റ് തന്നിരിക്കുകയാണ്, എ എന്ന് പറയുന്ന സെറ്റ്. ഇഫ് എ ഈക്വൽ ടു സെറ്റ് 1 2 3. ഓക്കെ. ആൻഡ് യു ഈക്വൽ ടു, യു എന്ന് പറയുന്നത് യൂണിവേഴ്സ് സെറ്റാണ്, 1 2 3 എക്സെട്ര 10. ഓക്കെ. ഇന്ന് നമ്മളോട് പറയാണ് ഷോ ദാറ്റ് എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ. നമ്മളോട് ഷോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ എന്നാണ്. അതായത് എ കോംപ്ലിമെൻറ്റ് അതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടുമെന്നാണ് പറയണത്? എ തന്നെ കിട്ടുമെന്ന്. അത് നമുക്ക് ഷോ ചെയ്യണം. ഇത് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊരു സെറ്റ് തന്നിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്ത് വീണ്ടും അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ അതേ സെറ്റ് തന്നെ കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളോട് എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു, എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെൻ്റ് ഒന്നും പാടില്ല ബാക്കി യൂണിവേഴ്സ് സെറ്റിൽ എന്തുണ്ട്? എയിലുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഏതാ? 1 2 3. അത് പാടില്ല. ബാക്കി യൂണിവേഴ്സ് സെറ്റിൽ ഏതൊക്കെയാ? 4 5 6 7 8 9
10 അല്ലേ? ഓക്കെ, അപ്പോൾ എ കോംപ്ലിമെൻറ്റ് കിട്ടി. ഇനി നമുക്ക് എന്താ എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇതാണ്. അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ സെറ്റിലുള്ള എലമെൻ്റ് ഒന്നും പാടില്ല. ബാക്കി യൂണിവേഴ്സ് സെറ്റിൽ എന്തുണ്ട്? എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെൻറ്റിലുള്ള എലമെൻ്റ് ഒന്നും പാടില്ല. ബാക്കി യൂണിവേഴ്സ് സെറ്റിൽ ഏതൊക്കെയാണ്? 4ഉം 5ഉം 6ഉം 7 8 9 അതൊന്നും പാടില്ല. ബാക്കി എന്തുള്ളൂ? ഏത് എലമെൻ്റാണ് ബാലൻസ് തന്നെ? 1 2 3 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? എ ആണ്. എ എന്ന് പറയുന്ന സെറ്റ് തന്നെയല്ലേ ഇത്? സെറ്റ് 1 2 3 എന്ന് പറയണത്. ഓക്കെ, അപ്പം നമ്മൾ പ്രൂവ് ചെയ്തു എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയണത് എന്താണ്? എ ആണ് പ്രൂവ് ചെയ്തു. ഓക്കെ, നമുക്കിനി തന്നിരിക്കുന്നത് വെൻ ഡയഗ്രാം ആണ്. അതായത് എ കോംപ്ലിമെൻറ്റിൻ്റെ വെൻ ഡയഗ്രാം. അതായത് ഇത് മൊത്തം ഈ റെക്റ്റാങ്കിൾ മൊത്തം യൂണിവേഴ്സ് സെറ്റാണ്. ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എയിലുള്ള എലമെൻ്റ് ഒന്നും പാടില്ല ബാക്കി യൂണിവേഴ്സ് സെറ്റിൽ. അപ്പോൾ ബാക്കി യൂണിവേഴ്സ് സെറ്റിലുള്ളതാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതാണ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് എ കോംപ്ലിമെൻറ്റിൻ്റെ വെൻ ഡയഗ്രാം. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. പ്രോപ്പർട്ടീസ് എ കോംപ്ലിമെൻറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. അതായത് കോംപ്ലിമെൻറ്റ് സെറ്റിൻ്റെ പ്രോപ്പർട്ടി. ഫസ്റ്റ് കോംപ്ലിമെൻറ്റ് ലോ ആണ്. ഫസ്റ്റ് വൺ കോംപ്ലിമെൻറ്റ് ലോ, അതായത് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു യു ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു സെറ്റ് എ എന്ന് പറയുന്ന സെറ്റും അതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെയും കൂടി യൂണിയൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന്? യൂണിവേഴ്സ് സെറ്റ് കിട്ടുമെന്ന്. ഇതിന് പറയുന്ന പേരാണ് കോംപ്ലിമെൻറ്റ് ലോ. കോംപ്ലിമെൻറ്റ് ലോ. നമുക്കൊരു സെറ്റ് തരുവാണ്, അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കാൻ പറയുവാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യൂണിവേഴ്സ് സെറ്റ് തന്നെ കിട്ടും. ഓക്കെ, അതാണ് കോംപ്ലിമെൻറ്റ് ലോയിൽ ഫസ്റ്റ് വൺ. ദെൻ കോംപ്ലിമെൻറ്റ് ലോയിൽ സെക്കൻഡ് വൺ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 5 ആണ്. ഇതും കോംപ്ലിമെൻറ്റ് ലോയിൽ തന്നെ വരുന്നതാണ്. കാരണം എ എന്ന് പറയുന്ന ഒരു സെറ്റ് അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് വേറൊരു സെറ്റ് കിട്ടും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ രണ്ടിലെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ 5 ആയിരിക്കും. നമുക്ക് രണ്ട് സെറ്റ് എടുത്ത് അങ്ങനെ നോക്കാം. രണ്ട് സെറ്റിന് നമ്പർ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്ത ഡി മോർഗൻസ് ലോ ആണ്. ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോയിൽ ഫസ്റ്റ് വൺ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു. രണ്ട് സെറ്റിൻ്റെ യൂണിയൻ എടുത്ത് അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു കഴിയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തതാണ്, കുറച്ച് മുമ്പ് ചെയ്തത്. പിന്നെ ഡി മോർഗൻസ് ലോയിൽ രണ്ടാമത്തെ ഒരെണ്ണം കൂടി ഉണ്ട്. ലോ പറയുന്നുണ്ട് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു തിരിച്ച് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് തേർഡ് ലോ പറയുന്നത് ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ. അതായത് എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ.